പനിവ്യാപനം തടയാൻ അടിയന്തര നടപടിയെടുക്കുന്നുവെന്നാണ് സർക്കാർ അവകാശവാദം. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അധിക ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയോഗിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ പനിമരണങ്ങൾ നടന്ന തലസ്ഥാനത്ത് പോലും ഇത് പ്രാവർത്തികമായിട്ടില്ല. ഏറ്റവും കൂടുതൽ പനിമരണമുണ്ടായ തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ ആശുപത്രിയിലെ ദൃശ്യങ്ങളിലേക്ക്. ഒരു ദിവസം 10-500 ആൾക്കാർ വരുന്നു. ഈ 2 ഡോക്ടർ 9:30 മണിക്കാണ് വരുന്നത്. ഞങ്ങളെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് പറയും? ഇരുന്ന് നശിക്കണം മോനെ വന്നിരുന്ന്. ഞാൻ 7 മണിക്ക് ഞങ്ങളിവിടെ ഇരിക്കണതാണ് മക്കളെ. നമുക്ക് ഒരു ഇതുമില്ല. 450 ആളില്ല നോക്കാൻ. ഏകദേശം 9 മണി. എനിക്ക് ജോലിക്കും പോകാൻ പറ്റിയില്ല. 11 മണിയുടെ മേലോട്ടെ. ഇപ്പോഴും 150 ആയിട്ടുള്ളൂ. ടോക്കൺ നമ്പർ വിളിച്ച് പറയുന്ന ആ ഒരു സാധനം കൂടെ കേടായിരിക്കാം. ഇവിടെ പനിയെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചാകരയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും പനിയായിട്ട് വെക്കണം. മരണം 2 ഇവിടെ ഡിക്ലെയർ ചെയ്തിരുന്നു വലിയതുറയിൽ. മെരഞ്ഞാന്നുകൊണ്ട് കൊടുത്താണ് എൻ്റെ റിസൾട്ട്. ബ്ലഡ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതി തന്നിട്ട് കൊടുത്തിട്ട് ആ ബ്ലഡ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അതേ ആൾ തന്നെയാണ് ഈ തുണ്ടെടുക്കുന്നതും പേര് വിളിക്കുന്നതും എല്ലാത്തിനും ഉള്ളത്. രോഗികൾ പനി പിടിച്ച് നീർത്താഴ്ചയിൽ കിടക്കുന്ന ഈ രോഗികളെ നോക്കാനായിട്ട് ഡോക്ടർ എവിടെ? ഈ നിൽക്കുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കാനായിട്ടുള്ള ഡോക്ടർമാരെവിടെ? പനിയും പനിമരണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത തലസ്ഥാന ജില്ലയിലെ ഒരു ആശുപത്രിയാണിത്. അടിയന്തര സാഹചര്യം പരിഗണിച്ച് കൂടുതൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ക്യാമറ പേഴ്സൺ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.